എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് നിൽക്കുന്നത്. എൻ്റെ 15 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഒരിക്കലും ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുമെന്ന് ചിന്തിക്കാത്ത മനുഷ്യനായിരുന്നു ഞാൻ. എൻ്റെ ജീവിത സാഹചര്യം അത്രമാത്രം താണ നിലവാരത്തിലായിരുന്നു. നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാൻ കഴിഞ്ഞതാണ്. ഞാൻ വന്നിരുന്നു. അപ്പോൾ ചുരുക്കം 2-3 മിനിറ്റ് എടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് വിശദമായി അറിയണമെങ്കിൽ ജോൺ കുര്യാക്കോസ് dental.com അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാം വിശദമായി പറയാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഇത്. ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ അനുഭവം അതിവേഗം പങ്കുവയ്ക്കാം. നാട്ടിൽ ഞങ്ങളുടെ കുടുംബം, ഞാൻ മൂവാറ്റുപുഴയ്ക്കും കൂത്താറിലത്തിനും ഇടയ്ക്ക് ഒരു കുഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. നാട്ടിൽ ഞങ്ങളുടെ കുടുംബം അറിയപ്പെട്ടിരുന്നത് തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബം എന്നാണ്. എൻ്റെ പിതാവ് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. എൻ്റെ പിതാവിന് ഞങ്ങൾക്കൊരു 10 വയസ്സാവുന്നിടം വരെ മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിട്ടില്ല. എന്നാൽ എൻ്റെ പിതാവിൻ്റെ അനുജനെ ഒരു നായെ പൂട്ടിയിടും പോലെ ഒരു മുറിയിൽ പൂട്ടിയിടപ്പെട്ടിരുന്നു. ചിലരെല്ലാം ചോദിക്കും, എന്തിനാണ് സാർ ഇതെല്ലാം ഇങ്ങനെ വിശദമായി പറയുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്? കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ഇന്റർവ്യൂ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈ അപ്പം ഭ്രാന്തനായിരുന്നെന്നും പറയണത് ഇനി എന്തിനാണ് ആളുകളോട് പറയണേ? അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. എത്ര താണ നിലവാരത്തിൽ ജീവിച്ച മനുഷ്യർക്കും ഉയർന്നു വരാനുള്ള സാധ്യതകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് ഞാൻ സംസാരിക്കുന്നതിലൂടെ ആർക്കെങ്കിലും ഒരു തോന്നൽ ലഭിച്ച് അവരൊന്ന് ഉയരാനിടയായാൽ ഞാൻ പറയുന്ന ആ വാക്കുകൾ അർത്ഥവത്തായി തീരും. അതുകൊണ്ടാണ് ഞാനിതെല്ലാം വിശദമായി പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ അനുജനെ ഒരു മുറിയിൽ ഒരു നായെ പൂട്ടിയിടും പോലെ പൂട്ടിയിട്ടിരുന്നു. അവിടെ തന്നെയായിരുന്നു മലമൂത്ര വിസർജനം ചെയ്തിരുന്നത്. ആ മുറിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിരുന്നത്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചു വളർന്നത്. ദൈവമില്ലെന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ ചടങ്ങ് പോലെ പള്ളിയിൽ പോവുകയും ആരാധനയിൽ സംബന്ധിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എൻ്റെ അമ്മയുടെ പാരമ്പര്യം പറഞ്ഞാൽ അമ്മയുടെ അപ്പനും അമ്മയും 7 വയസ്സിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എൻ്റെ പ്രിയ മാതാവ് ഒരു കീറത്തുണി എടുത്തുകൊണ്ട് വീടുകൾ തോറും ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന കൂട്ടത്തിൽ കേവലം 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഞങ്ങളുടെ വീട്ടിലും വിവാഹത്തിന് മുമ്പ് എൻ്റെ മാതാവ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ പിതാവ് നല്ല മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അന്ന് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. 1 കിലോമീറ്റർ നടന്നു പോകണം. ഒരു കുഗ്രാമത്തിലായിരുന്നു. വെളിച്ചമില്ല, വഴിയില്ല. ആ വെള്ളം ഒരു കുപ്പിയൊക്കെ തരുമോ പ്ലീസ്? എനിക്ക് 2 ദിവസമായിട്ട് ചെറിയ പനിയായിരുന്നു. ചൂടുവെള്ളം ഉണ്ട്, അത് കുഴപ്പമില്ല. അത് ഇനി വലിയ ചൂടാ, സാരമില്ല. മരുന്ന് കഴിച്ചുകൊണ്ട് ചുണ്ടിങ്ങനെ പൊട്ടിപ്പിടിക്കുന്നു. വേണ്ട, പെട്ടെന്ന് പറയാം. അമ്മയെ എൻ്റെ പിതാവ് നല്ല കാര്യമായിട്ട് നോക്കുമായിരുന്നു. എൻ്റെ പിതാവ് മദ്യപിക്കില്ല, പുകവലിക്കില്ല, യാതൊരു ദുശ്ശീലവും ഇല്ലാത്തൊരു നല്ല മനുഷ്യൻ. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുറച്ച് പൈസയെല്ലാം സംഘടിപ്പിച്ചു എൻ്റെ പിതാവ്. ഒരു പൈസ പോലും വേറെ ഒരു കാര്യത്തിന് ചെലവഴിച്ചില്ല. പിതാവിനൊരു സ്വപ്നം, വെള്ളവും വെളിച്ചവും വഴിയുള്ളിടത്ത് വീട് വയ്ക്കണം. പാവം കഷ്ടപ്പെട്ട വർഷങ്ങളോളം, ഏതാണ്ട് 10 വർഷത്തോളം അധ്വാനിച്ച പൈസ മുഴുവൻ കൂട്ടിവെച്ച ഒരു മനുഷ്യന് കൊണ്ട് കൊടുത്തു. സ്ഥലം എഴുതി തരേണ്ട വ്യക്തി ഈ സ്ഥലം എഴുതി തരുന്നതിന് അവർ ഈ പണവും മേടിച്ചുകൊണ്ട് മദ്യപിക്കാൻ പോയി. അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ട് എന്നുള്ള വാർത്ത എൻ്റെ പിതാവ് കേൾക്കുന്നത് കൂലിപ്പണി എടുക്കുന്ന വീട്ടിൽ വെച്ചാണ്. പെട്ടെന്ന് തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തെ പിന്തുടർന്നു വന്നിരുന്ന പൈശാചികമായ ബന്ധനം, ഭ്രാന്ത് എൻ്റെ പിതാവിനെ കടന്നു പിടിച്ചു. അന്ന് തൃശ്ശൂർ ഭ്രാന്താശുപത്രിയിലേക്ക് എൻ്റെ പിതാവിനെ കയ്യും കാലും എല്ലാം കെട്ടി ഒരു ടാക്സിയെ കയറ്റി അവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്തു. ഏതാണ്ട് 1 മാസത്തിലേറെ ഷോക്ക് അടിപ്പിച്ചു, വിവിധ ട്രീറ്റ്മെന്റുകൾ ചെയ്തു. രോഗം മാറുന്നില്ല.
തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പള്ളിയായ പള്ളികളെല്ലാം കയറി ഇറങ്ങി നടന്നു, അമ്പലങ്ങൾ കയറി ഇറങ്ങി നടന്നു, കാവുകളിൽ നേർച്ചകൾ നടത്തി, വഴിപാടുകൾ നടത്തി. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഒരു മരയാശാരിയെ വിളിച്ചുകൊണ്ടൊന്ന് മന്ത്രവാദം ചെയ്യിപ്പിച്ചു, ഭ്രാന്ത് പറയാൻ. മാറിയില്ല. ഒരു കാരണമില്ലെങ്കിൽ അമ്മയെ വെറുതെ തല്ലും, വലിയ വടി വെച്ച്, പാമ്പിനെ തല്ലിക്കൊള്ളുന്ന വടി വെച്ച്. ഒരിക്കലും എനിക്ക് മറക്കാനാവാത്ത കാര്യമാണ്. വീടിന്റെ പുറകിൽ ഒരു പുളിമരമുണ്ട്. അതിൽ നിന്ന് പുളിയുടെ വടി വെട്ടിക്കൊണ്ട് വന്നിട്ട് ഈ പുറകില് 3-4 അടിയൊക്കെ അടിക്കും. അമ്മയുടെ കൈ കെട്ടിപ്പിടിക്കണി എന്ന് പറയും. പാവം എൻ്റെ അമ്മ കൈ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക, ഒരക്ഷരം മിണ്ടില്ല. ആരുമില്ലല്ലോ, അനാഥയാണ്. ഒരമണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ പിതാവ് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അമ്മ, ഇന്നെന്താ പോലെ ഞാൻ ഓർക്കുകയാണ്, നീലയും പച്ച എന്നുള്ള ഒറ്റയ്ക്കൊരു കൈര്യം കൊണ്ടുള്ളൂ, അതിങ്ങനെ ചോര ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അമ്മ ചങ്കിലിട്ടിടിച്ച് കരയും. ഞാനും എൻ്റെ 2 സഹോദരങ്ങളും അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു. ഞങ്ങളുടെ വീടൊരു കരച്ചിലിൻ്റെ വീടായിരുന്നു. ആ കാലങ്ങളിൽ ഞങ്ങൾ വിളിച്ചിരുന്നത്, എൻ്റെ പേര് ജോൺ കുര്യാക്കോസ്, പ്രാന്തൻ കുര്യാക്കോന്റെ മക്കളെന്നാണ് സ്കൂളിലെ കുട്ടികളും മറ്റ് അയൽവക്കത്തുള്ളവരൊക്കെ വിളിച്ചിരുന്നത്, നാട്ടുകാരെല്ലാം വിളിച്ചിരുന്നത്. ഞാൻ നിരാശ കൊണ്ട് തലകൊമ്പിട്ട മനുഷ്യനായിരുന്നു. അപകർഷതാബോധം കൊണ്ട് എൻ്റെ തല താണുപോയിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഉയരാമെന്ന് ചിന്തിച്ച മനുഷ്യനല്ല ഞാൻ. പഠിക്കാനാണെങ്കിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും കേവലം 251 മാർക്ക് SSLC കിട്ടിയുള്ളൂ. എൻ്റെ കണക്കിന് കിട്ടിയ മാർക്ക് കേട്ടാൽ കേവലം 50-ൽ 7 മാർക്ക് 10ാം ക്ലാസ്സിൽ. ഞാൻ നിരാശനായിരുന്നു. വീട്ടിലേക്ക് നടന്നു പോരാൻ 6-7 കിലോമീറ്റർ ദൂരമുണ്ട് സ്കൂളിൽ നിന്ന്. 10 വയസ്സ് മതി ബസ്സിൽ കയറി പോരാൻ. കൂട്ടുകാരെല്ലാം ബസ്സിൽ പോരും, ഞാൻ മാത്രം നടന്നു പോരും. അപ്പോൾ ഞാൻ ഏങ്ങലടിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്, എൻ്റെ കാര്യം നോക്കാൻ ആരും ഇല്ലല്ലോ എന്നോർത്ത്. എൻ്റെ അമ്മ ഞങ്ങൾക്കും ഭ്രാന്ത് വരുമെന്നാണ് കരുതിയത്, 4ാമത്തെ തലമുറ. അതുകൊണ്ട് മരിക്കാൻ 3 പ്രാവശ്യം അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അത്ഭുതം നടന്നു ഞങ്ങളുടെ വീട്ടിൽ. വീടിൻ്റെ അടുത്തുള്ള ഒരാൾ പല പ്രാവശ്യം അമ്മയെ നിർബന്ധിച്ച് വിളിച്ചു, ഒരു പ്രാർത്ഥനാ യോഗത്തിൽ വരുമോ എന്ന് ചോദിച്ചു. അമ്മ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു പ്രാർത്ഥനാ യോഗത്തിന് പോയി. പറയാൻ എനിക്ക് അല്പം പോലും ലജ്ജയില്ല, ഉടുത്തോണ്ട് പോകാൻ മുണ്ടില്ല. താഴത്തെ വീട്ടിലെ മറിയാമ്മച്ചൊരു വെള്ളമുണ്ട് വായ്പ മേടിച്ചെടുത്തു. കക്ഷയെല്ലാം ഇവിടെ കീറിയൊരു മഞ്ഞ നിറം പിടിച്ച് കീറിയൊരു ചട്ടയൊക്കെ ഇട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ പ്രാർത്ഥന യോഗത്തിന് പോയി. തിരികെ വരുമ്പോൾ അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷം. പെട്ടെന്ന് പറയാം, നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത്, എങ്കിലും വേഗം പറയാം. അമ്മ വളരെ സന്തോഷത്തോടുകൂടി തിരികെ വന്നു. സുവിശേഷം കേട്ടു. അമ്മയുടെ ജീവിതം മാറി. അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു എൻ്റെ പിതാവിന്റെ രോഗം മാറാൻ. നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥന കേൾക്കുന്ന സത്യമായ ഒരു ദൈവം ഉണ്ടെന്നുള്ള തെളിവാണ്. എൻ്റെ പിതാവ് ഒരു ദിവസം 12 ഉറക്കുഗുളികയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം 45 വർഷം മുമ്പ് മറ്റാരുടെയല്ല, എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട് സത്യമായും എൻ്റെ പിതാവിന്റെ രോഗം എന്നേക്കുമായി ദൈവം മാറ്റിക്കൊടുത്തു. ഇന്ന് 85 വയസ്സുണ്ട് എൻ്റെ പിതാവിന്, 83 വയസ്സുണ്ട് അമ്മയ്ക്ക്. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നു. ദൈവം ഇല്ലെന്ന് ചിന്തിച്ച് എനിക്ക് ദൈവം ഉണ്ടെന്നൊരു ചിന്ത മനസ്സിൽ വന്നു. ആ കാലങ്ങളിൽ ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് മാർഗം ഉണ്ടായിരുന്നില്ല. അമ്മ ഉച്ചവരെ കൂലിപ്പണി ചെയ്താൽ ബാക്കി സമയം ആ വീട്ടിൽ അടുക്കളപ്പണിയെല്ലാം ചെയ്തു കൊടുത്താൽ അവിടെ ബാക്കി വരുന്ന ചോറും കറികളും ഒരു മൺചട്ടിയിലാക്കി കൊണ്ടുവരുന്നത് കഴിക്കാൻ ഞാൻ കൊതിയോടെ ഇരുന്നിട്ടുണ്ട്. ജീവിതം മുഴുവൻ നിരാശയായിരുന്നു. ഞാൻ മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചിരുന്നു, പക്ഷെ ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി പ്രാർത്ഥനായോഗത്തിന് പോകാനിടയായി. സുവിശേഷ പ്രസംഗം കേട്ടു. ജീവിതത്തിൽ ഒരിക്കലും ഉയരില്ലെന്ന് വിചാരിച്ചത് മനുഷ്യൻ പ്രസംഗത്തിലൂടെ കേട്ടു, ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കൂ, ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുമെന്ന്. 15ാമത്തെ വയസ്സിൽ ജീവിതം ദൈവത്തിനായി വിട്ടുകൊടുത്തു. മനസ്സറിഞ്ഞൊരു തെറ്റ് വരരുതെന്ന് അന്ന് തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവർ, എൻ്റെ പിതാവിനോട് പറഞ്ഞു, എടാ പഠിപ്പിക്കാൻ വിടാൻ മാർഗമില്ല, നീ റബ്ബർ വെട്ട് പഠിച്ചോളാൻ. 15ാമത്തെ വയസ്സിൽ റബ്ബർ വെട്ടുകാരനായിട്ട് ജീവിതം ആരംഭിച്ചു. കൂടെ പഠിക്കുന്നവരെല്ലാം കോളേജിൽ പോകുന്ന കാണുമ്പോൾ ഞാൻ സങ്കടപ്പെട്ട് ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ എനിക്കൊരു ജോലി തരുമോ എന്ന്. അങ്ങനെയാണ് ഞാൻ മൂവാറ്റുപുഴ പട്ടണത്തിൽ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത്. ആ കാലത്ത് ഇന്ത്യയിൽ 2 സ്ഥാപനമുള്ളൂ ഫിക്സ് ചെയ്ത് പല്ല് വയ്ക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ്. അവിടെ ചെയ്തുകൊണ്ട് വരുന്ന പല്ലുകളൊന്നും പേഷ്യന്റെ മൗത്തിൽ ഫിറ്റ് ആവില്ല.
ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം നടന്നു. എനിക്ക് 8 മുതൽ 5 വരെയാണ് ജോലി സമയം. പക്ഷെ ഞാൻ 6:30 മണിക്ക് ജോലിക്ക് വരും. ജോലിയെല്ലാം 8 മണിക്ക് മുമ്പ് തീർക്കും. ജോലി എന്താണെന്നോ? തറ തുറയ്ക്കുക, ടോയ്ലറ്റ് വാഷ് ചെയ്യുക, ഡോക്ടർ ഊണ് കഴിച്ച പാത്രം കഴിയുക, ഇത്രേ ജോലിയുള്ളൂ. ഒരുപക്ഷെ എൻ്റെ ഉത്സാഹം കണ്ടിട്ടായിരിക്കണം എൻ്റെ പഴയ യജമാനൻ എന്നെ വെപ്പ് വലി സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. പെട്ടെന്ന് പഠിച്ചു. ആ കാലങ്ങളിൽ പല്ലിന് കേട് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ പറിച്ചു കളയും, അല്ലെങ്കിൽ പകരം എടുത്ത് കഴുകാവുന്ന പല്ല് മാറ്റി വയ്ക്കും. ഫിക്സ് ചെയ്ത് വയ്ക്കുന്ന പല്ലുണ്ടാക്കുന്ന 2 സ്ഥാപനം. ചെയ്തുകൊണ്ട് വരുന്നവർക്കൊന്നും ഫിറ്റ് ആവില്ല. ഡോക്ടർ മണിക്കൂറുകൾ ഇങ്ങനെ ക്ലീൻ ചെയ്യും. പേഷ്യൻസ് വായ് തുറന്ന് നിൽക്കണം. വായ് തുറന്നിങ്ങനെ കിടക്കുമ്പോൾ ഇവിടെയെല്ലാം വേദന വരും. അപ്പോൾ മനസ്സിലൊരു ആഗ്രഹം. ഇന്ന കാലത്തെ മോട്ടിവേഷണൽ ടോക്ക് പറഞ്ഞ ആള് പറഞ്ഞു, APJ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരിക്കലും മറക്കില്ലാത്തൊരു വ്യക്തിത്വമാണ് എൻ്റെ പ്രിയങ്കരനായ APJ അബ്ദുൽ കലാം. ഇൻഡസ്ട്രിയിൽ ആകെ എനിക്ക് മാത്രമേ അവാർഡ് കിട്ടിയിട്ടുള്ള അവാർഡ് സുശ്രുത അവാർഡ്. താങ്ക് യു. സുശ്രുത അവാർഡ്. അന്ന് എനിക്ക് അവാർഡ് തന്നപ്പോൾ ഇംഗ്ലീഷിൽ എനിക്ക് പ്രസംഗിക്കാൻ വശമില്ല. പക്ഷെ ഞാൻ വൃത്തിയായിട്ട് A4 സൈസ് പേപ്പർ എഴുതി. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞെടുത്തോളം കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളുടെ എല്ലാം വിശദമായി പറയുമ്പോൾ എൻ്റെ പ്രിയങ്കരനായ, ഒരിക്കലും ഞാൻ മറക്കില്ലാത്ത APJ അബ്ദുൽ കലാം സാറ് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുഖത്തുനിന്ന് കണ്ണ് പറിക്കാതെ നിന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാത്ത ചിത്രമായിട്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞു വരട്ടെ, എന്റെ മനസ്സിലൊരു സ്വപ്നം. അദ്ദേഹം സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്വപ്നം? നിങ്ങൾ ആരെങ്കിലും പറയാമോ? നിങ്ങൾ പലരും കുറ്റം പറയാൻ തോന്നുന്നു നിങ്ങൾക്ക്. നല്ല അത്യുത്സാഹത്തോടെ പറയണം. സാറ് പറയും, അതെനിക്കറിയാം, സാറിന് എനിക്കറിയാമല്ലോ. നിങ്ങൾ പറയണം. നിങ്ങൾ നല്ല ഉത്സാഹത്തോടെ ഇരിക്കുമ്പോഴാണ് മുഴുവൻ റിസൾട്ട് ഇനി പ്രസംഗിക്കാനിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളുടെ എല്ലാം ഉണ്ട്. ഞാൻ പെട്ടെന്ന് നിർത്താൻ പോവാ. നിങ്ങൾ നല്ല ഉത്സാഹത്തോടെ, ഞാൻ കണ്ടു കൈ അടിക്കണ കണ്ടു പലരും. വളരെ ഇതെങ്ങനെയാ കൈ അടിക്കണേ? കുറ്റം പറയാൻ തോന്നരുത്. കൈ ശരിക്കും അടിക്കാൻ എനിക്കാ ഗുണം. അടിക്കുമ്പോൾ കൈ മുഴുവൻ രക്തം ശരിക്കും രക്തചംക്രമണം നടക്കും. എന്താണ് ഒരാൾ പറയാം, ആരെങ്കിലും ഒരാൾ പറയാം, എന്താണ് സ്വപ്നം? ചാടി എഴുന്നേക്കൂ അങ്ങ്. ആ നിൽക്കൂ. അത് പറയാന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊരു കാര്യം ചെയ്ത് എല്ലാവരും നിങ്ങൾ ഉണരും, ഒന്ന് കൈ അടിച്ചു. വെരി ഗുഡ്. പറയൂ മാഡം. നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ് നിങ്ങളുടെ സ്വപ്നം. സൂപ്പർ. ഒന്നുകൂടെ കൈ അടിക്കും. എന്താണ് പറഞ്ഞത്? ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. ഡ്രീം ഈസ് നോട്ട് ദാറ്റ് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. ഉറക്കം കെടുത്തുന്നതാണെന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എങ്ങനെ ഒരു ഡെന്റൽ ലാബ് തുടങ്ങുന്നുള്ള ചിന്ത. അന്ന് 20 ലക്ഷം രൂപയുടെ ഒരു ഡെന്റൽ ലാബ് തുടങ്ങണമെങ്കിൽ കേവലം ശമ്പളം എത്രയുണ്ട് എനിക്ക്? 250 രൂപ ഒരു മാസം. ഒരു കൊല്ലം മുഴുവൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 3000 രൂപ കിട്ടും. എങ്ങനെ ഡെന്റൽ ലാബ് തുടങ്ങും? ഞാൻ രാപകലില്ലാതെ അധ്വാനിക്കാൻ തുടങ്ങി. 1 മണിക്കൂറും ഞായറാഴ്ച മാത്രം 3 മണിക്കൂർ ഉറങ്ങിയ ദിവസങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. അന്ന് ഡെന്റൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപ കിട്ടും ഒരെണ്ണം ചെയ്തു കൊടുത്താൽ. പകല് മുഴുവൻ എൻ്റെ മാതൃസ്ഥാപനത്തിൽ ജോലി ചെയ്യും, രാത്രി മുഴുവൻ ആ പ്രദേശങ്ങളിലുള്ള മൂലമറ്റം മുതൽ മൂവാറ്റുപുഴയുള്ള ഡെന്റൽ ക്ലിനിക്കിൽ ജോലി ചെയ്യും. ചുരുക്കി പറയാം, 5.25 വർഷം കൊണ്ട് 5 ലക്ഷം രൂപ സമ്പാദിച്ചു. ജീവിതത്തിൽ നിങ്ങളും മറക്കരുതാത്തൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ അമ്മയ്ക്ക് താലി കെട്ടിയിരുന്ന ഒരു ചരടിലാണ് 3 മാസത്തെ ശമ്പളം കൂട്ടി വെച്ച് 750 രൂപ കൊടുത്ത് 1 പവന്റെ മാല മേടിച്ചു കൊടുത്തു. അമ്മയ്ക്കൊരു സാരിയും ബ്ലൗസും മേടിച്ചു കൊടുത്തു. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണേ ഇതൊക്കെ. മരിച്ചു കഴിഞ്ഞിട്ട് പൂ വയ്ക്കുന്നതിനകത്തല്ല കാര്യം ഇരിക്കണേ, അല്ലെങ്കിൽ ശ്രാദ്ധം നടത്തുന്നതിനകത്തല്ല കാര്യം ഇരിക്കണേ. ജീവിച്ചിരിക്കുമ്പോൾ അവർ അനുഗ്രഹം മേടിച്ച് എടുക്കണം. എൻ്റെ അപ്പനൊരു HMT വാച്ചും എൻ്റെ പിതാവിന് ഒരു ഡബിൾ മുണ്ടും ഷർട്ടും മേടിച്ചു കൊടുത്തു. വേറെ ഒരൊറ്റ പൈസ ചെലവഴിച്ചില്ല. വിശദമായി പറയാൻ നേരമില്ല, പെട്ടെന്ന് പറഞ്ഞു നിർത്താം. 15 ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. സ്വന്തം സ്ഥലമുണ്ട്, പക്ഷേ സർവേ നമ്പർ തെറ്റിക്കിടക്കുക. ഞാൻ മടുത്തില്ല. അയലക്കത്തുള്ള സ്ഥലത്ത് അയലക്കംകാരുടെ അടുത്ത് നിന്ന് കൊളാട്രൽ സെക്യൂരിറ്റി വയ്ക്കാൻ സ്ഥലം മേടിച്ചു. തന്നു. പ്രാർത്ഥനയ്ക്ക് പോകുന്നവരായതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. അവരത് തന്നു. 88-ൽ